ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ, വർഷങ്ങൾ നീണ്ട നയതന്ത്ര സമ്മർദ്ദങ്ങൾ, ആഗോളശക്തികളുടെ കണ്ണുരുട്ടലുകൾ. എന്നിട്ടും ഇതുവരെ ഇറാൻ എന്ന രാജ്യം തെല്ലൊന്ന് തളർന്നിട്ടില്ല. ലോകത്തെ വൻശക്തികൾ ആഗോള രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടിൽ കരുനീക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ സ്വന്തം ചെസ് ബോർഡ് ഒരുക്കുകയാണ് ഇറാൻ. വെറുമൊരു അതിജീവനമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പുതിയ ശക്തിസമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോന്ന ഇറാന്റെ കരുത്തുറ്റ തിരിച്ചുവരവിന്റെ കഥയാണിത്. അമേരിക്കയുമായുള്ള നിർണായക ആണവ ചർച്ചകൾ വീണ്ടും സജീവമാകുന്ന വേളയിൽ ചൈനയുമായി പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ മുന്നോട്ടുവയ്ക്കുന്നു. ഈ സഹകരണം വെറും സൈനിക ഇടപാടായി മാത്രം കാണപ്പെടുന്നില്ല, മറിച്ച് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് പകരമായൊരു ഭൗമരാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. സാമ്പത്തികവും സാങ്കേതികവുമായ സഹകരണത്തിനു പുറമെ പ്രതിരോധരംഗത്തും ശക്തമായ ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കം അന്താരാഷ്ട്ര ശക്തികേന്ദ്രങ്ങളുമായി ബന്ധം വൈവിധ്യമാക്കാനുള്ള ഇറാന്റെ ശ്രമമായി വിദഗ്ധർ കാണുന്നു. ഇതിനിടെ ചൈനീസ് നിർമ്മിത CM-302 സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഇറാൻ സ്വന്തമാക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ ആഗോള പ്രതിരോധരംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. അതിവേഗവും ഉയർന്ന ആക്രമണശേഷിയും കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ കപ്പൽ വിരുദ്ധ ആയുധ സംവിധാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ മിസൈൽ ഇറാന്റെ സമുദ്ര പ്രതിരോധശേഷിയെ ഗണ്യമായി ഉയർത്താനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് തന്ത്രപ്രധാന സമുദ്രപാതകളിലെ സുരക്ഷാ സമവാക്യങ്ങളെത്തന്നെ ഇത് സ്വാധീനിക്കാമെന്ന ആശങ്കയും നിരീക്ഷകരിൽ ഉയരുന്നു. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് വെറും ആയുധ ഇടപാട് മാത്രമല്ലെന്നതാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും നയതന്ത്ര വഴികളിലൂടെ പുതിയ സഖ്യങ്ങൾ സൃഷ്ടിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായി ഈ നീക്കം കാണപ്പെടുന്നു. ചൈന-ഇറാൻ പ്രതിരോധ സഹകരണം ശക്തമാകുന്നത് ഭാവിയിൽ ആഗോള രാഷ്ട്രീയത്തിലെ ശക്തിസന്തുലിതാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന പ്രധാന ചോദ്യം. വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് ആഗോളശക്തിയായ ചൈനയുമായി തന്ത്രപരമായ പങ്കാളിത്തമുറപ്പിക്കാൻ ഇറാന് സാധിച്ചിരിക്കുന്നു. അമേരിക്ക ഇറാനുമേൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പര ബഹുമാനം എന്ന മൂല്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിനു മുന്നിൽ പതറാതെ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ ഉദ്യോഗസ്ഥർ ഉറച്ചുനിൽക്കുന്നു. ഈ ചർച്ചകൾക്കിടയിൽ ചൈനയുമായുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നത് ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടവരല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇത് മേഖലയിലെ ശക്തിസന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചൈനയുടെ വിഖ്യാതമായ YJ-12 മിസൈലിന്റെ കയറ്റുമതി പതിപ്പായ CM-302 ആധുനിക നാവിക യുദ്ധമുറകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ സൂപ്പർസോണിക് മിസൈൽ ശത്രുക്കളുടെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിനു മുൻപേ ലക്ഷ്യസ്ഥാനത്ത് കുതിച്ചെത്തുന്നു. ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ സമുദ്രോപരിതലത്തിന് തൊട്ടുമുകളിലൂടെ താഴ്ന്നു പറക്കുന്നതിനാൽ ആധുനിക പ്രതിരോധ കവചങ്ങളെ എളുപ്പത്തിൽ വെട്ടിക്കാൻ ശേഷിയുള്ളതാണ്. വലിയ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും പോലും തകർക്കാൻ ശേഷിയുള്ള നൂതന വാർഹെഡുകൾ ഘടിപ്പിക്കാൻ കഴിയും എന്നത് ഇതിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഇറാന്റെ തീരദേശ സുരക്ഷ ശക്തമാക്കുന്നതിനും വിദേശ കപ്പലുകളുടെ അനാവശ്യ കടന്നുകയറ്റം ഫലപ്രദമായി തടയുന്നതിനും ഈ മിസൈലുകൾ ഇറാന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇറാന്റെ നാവിക സിദ്ധാന്തം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസമമായ യുദ്ധമുറയിലാണ്. വലിയ നാവികസേനകളെ നേരിടാൻ ഡ്രോണുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, തീരദേശ മിസൈലുകൾ എന്നിവ ഉപയോഗിക്കുന്നതിൽ ഇറാൻ ഇതിനോടകം തന്നെ വൈദഗ്ധ്യം തെളിയിച്ചിരിക്കുന്നു. ഇതിലേക്ക് CM-302 കൂടിയെത്തുമ്പോൾ ഇറാന്റെ പ്രതിരോധ വലയം അജേയമായി മാറും. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പലുകളെ പ്രതിരോധിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുമെന്നത് മേഖലയിൽ ഇറാന്റെ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യത്തിന് മറുപടിയായി സ്വന്തം മണ്ണും സമുദ്രവും കാക്കാൻ തങ്ങൾ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. വരാനിരിക്കുന്ന വ്യാഴാഴ്ച ജനീവയിൽ വെച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇവിടെ ഇറാൻ വരുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. ഒരു വശത്ത് സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുമ്പോഴും മറുവശത്ത് സമാധാനപരമായ ചർച്ചകളിലൂടെ ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള നയതന്ത്ര നീക്കങ്ങളും ഇറാൻ നടത്തുന്നു. ഈ ഇരട്ടതന്ത്രം ഇറാന്റെ പക്വമായ വിദേശനയത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം ആണവ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. ചൈനയുമായുള്ള ഈ പ്രതിരോധ സഹകരണം വെറും ഒരു ആയുധ ഇടപാടായി മാത്രം കാണാനാകില്ല. അത് ആഗോള ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ വ്യക്തമായ പ്രതിഫലനമായി മാറുകയാണ്.
പാശ്ചാത്യ ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും നീണ്ടകാലം നേരിട്ടിട്ടും തന്ത്രപരമായ സഖ്യങ്ങൾ രൂപപ്പെടുത്തി സ്വന്തം സുരക്ഷയും സ്വാധീനവും ഉറപ്പിക്കാൻ കഴിയുമെന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുന്ന ഈ സമീപനം ഒരു രാജ്യത്തിന്റെ ശക്തി വെറും സാമ്പത്തിക ശേഷിയിലോ രാഷ്ട്രീയ അംഗീകാരത്തിലോ മാത്രം ആശ്രയിച്ചല്ല നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഇറാൻ സ്വീകരിക്കുന്ന ഈ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലിതാവസ്ഥയെ മാത്രമല്ല, ആഗോള രാഷ്ട്രീയ ചർച്ചകളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളവയാണ്. പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ പരമ്പരാഗത ശക്തികേന്ദ്രങ്ങളുടെ സ്വാധീനത്തിൽ മാറ്റം സംഭവിക്കുകയും ബഹുധ്രുവ ലോകക്രമത്തിലേക്കുള്ള നീക്കം കൂടുതൽ വ്യക്തമായി കാണപ്പെടുകയും ചെയ്യുന്നു. അതേസമയം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന ഓരോ തീരുമാനവും മേഖലയിൽ സുരക്ഷാ ആശങ്കയും മത്സരമനോഭാവവും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഉൾക്കൊള്ളുന്നതാണെന്ന് നിരീക്ഷകർ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ തന്നെ പ്രതിരോധശക്തിയും നയതന്ത്ര സംഭാഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഭാവി സ്ഥിരതയ്ക്ക് നിർണായകമാകുക എന്നത് അവരും ചിന്തിക്കുന്നു. അവസാനമായി നോക്കുമ്പോൾ ഇറാന്റെ ഈ പുതിയ തന്ത്രപരമായ നീക്കം ശക്തിയുടെ പ്രകടനമെന്നതിലുപരി സ്വയം പര്യാപ്തതയും പൊതുരാഷ്ട്രീയ സ്വാതന്ത്ര്യവും കുറപ്പിക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. സമാധാനവും സുരക്ഷയും ഉറപ്പിക്കാൻ സൈനിക ശക്തിക്കൊപ്പം സംഭാഷണത്തിനും സഹകരണത്തിനും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത ഈ സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്നു. മാറുന്ന ലോകക്രമത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ഭാവിയിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നത് അടുത്ത വർഷങ്ങളിൽ നിർണയിക്കപ്പെടും. എന്നാൽ ഈ നീക്കങ്ങൾ മേഖലയിൽ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നത് ഉറപ്പാണ്.